സാധാരണ സമയത്ത് എങ്ങനെയുണ്ടായാലും വർക്കിൻ്റെ കാര്യം വരുമ്പോൾ അവൻ ഫുൾ കോൺസെൻട്രേഷനോടെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ആ ഒരു കാര്യം അവളെ ശരിക്കും അത്ഭുതപ്പെടുത്താറുണ്ട്. 2 മണിക്കൂറോളം ഇരുന്ന് അവൾ പെൻഡിങ് വർക്കുകളെല്ലാം തീർത്തു. വിശപ്പ് തുടങ്ങിയപ്പോൾ സിസ്റ്റം ക്ലോസ് ചെയ്ത് അവനെ നേരെ നോക്കിയതും അവൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട് അവൾ മുഖം തിരിച്ചതും അവൻ അടുത്തേക്ക് വന്നു. അവൾ പെട്ടെന്ന് പരിഭ്രമിച്ച് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ പോയി ഡിന്നർ റെഡിയാക്കാം എന്ന് പറഞ്ഞ് അതിന് അവൻ ചിരിച്ചുകൊണ്ട്, നീ ഉണ്ടാക്കി തീരുമ്പോഴേക്കും എൻ്റെ വിശപ്പൊക്കെ പമ്പ കടക്കും. ഞാൻ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞ് അവൾ അവിടെ തന്നെ ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. അവൾ അവിടെ നിന്ന് പോവാൻ നോക്കിയതും അവൻ അവളുടെ കൈ പിടിച്ച് വലിച്ചു. ബാലൻസ് തെറ്റി അവൾ ബെഡിലേക്ക് മലർന്നു വീണു. നിങ്ങൾ ഇതെന്താ കാണിക്കുന്നത് എന്ന് പരിഭ്രമത്തോടെ എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും അവൻ തൻ്റെ 2 കൈകൾ കൊണ്ടും അവളുടെ കൈകൾ അമർത്തിപ്പിടിച്ചു. അവളുടെ മേൽ സ്പർശിക്കാതെ തന്നെ അവൻ അവൾക്ക് മുകളിലേക്ക് ചാഞ്ഞു. തൻ്റെ ഹൃദയമിടുക്ക് തനിക്ക് തന്നെ കേൾക്കാവുന്ന അത്രയും വേഗത്തിലായി. അവൾ കണ്ണുകൾ വിടർത്തി പേടിയോടെ അവനെ തന്നെ നോക്കി. എന്താ, പേടിയുണ്ടോ? അവൻ കുസൃതിയോടെ ചോദിച്ചു. അതെ, പ്ലീസ് നിങ്ങളൊന്ന് മാറൂ. കല്യാണം പോലും കഴിയാത്തൊരു പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറുന്നത് തെറ്റാണ്, അവൾ പറഞ്ഞു. ഓഹോ, അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഓക്കെ ആണല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പ്ലീസ് ഒന്ന് മാറും, എനിക്കെന്തോ പോലെ തോന്നുന്നു. എനിക്കും അങ്ങനെ തന്നെ, നിന്നേക്കാൾ കൂടുതൽ തോന്നുന്നുണ്ട്. നീ എന്നെ വട്ടാക്കുകയാണല്ലോ. ഒരൊറ്റ ഉമ്മ തരുമോ? ഇല്ലെങ്കിൽ എൻ്റെ ഈ ചൂട് കുറയുന്ന ലക്ഷണവുമില്ല. ആരെ കണ്ടാലും ഇങ്ങനെ ഉമ്മ ചോദിക്കുന്നത് തെറ്റാണ് എന്നവൾ പറഞ്ഞതും, നിനക്ക് എന്നെ എങ്ങനെയാ തോന്നുന്നത്? ആരെ കണ്ടാലും ഞാൻ എന്തിനാ ചോദിക്കുന്നത്? നിന്നോട് മാത്രമേ ചോദിക്കൂ. പക്ഷെ എന്നോട് മാത്രം എന്തിനാ എന്നവൾ നിഷ്കളങ്കമായി ചോദിച്ചു. അവൻ വീണ്ടും ചിരിച്ചുകൊണ്ട്, ഇങ്ങനെ ഒരു പാവം കുട്ടിയെ എനിക്ക് ഇവിടുന്ന് കിട്ടിയോ? ഇത്രയും ഡയറക്റ്റായിട്ട് ഇങ്ങനെയാ ചോദിക്കുന്നത്? എനിക്ക് ആണുങ്ങളോട് സംസാരിക്കുന്നത് പോലും ഇഷ്ടമല്ല. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഇത്ര അടുത്ത് വരുമ്പോൾ എനിക്ക് എന്താണ് ഒന്നും പറയാൻ പറ്റാത്തതെന്ന് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ പേടി കൊണ്ടാകാം. ഈ പ്രായത്തിൽ ഇത്തരം ആകർഷണങ്ങൾ സ്വാഭാവികമാണ്. നിയന്ത്രിക്കണം, ഇല്ലെങ്കിൽ ആരും നിർത്താതെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. പെട്ടെന്ന് യാഷ് മുന്നോട്ട് ആഞ്ഞ് അവളുടെ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു. അത്ഭുതം കൊണ്ട് കണ്ണുകൾ വിടർത്തി അവനെ തള്ളി മാറ്റാൻ അവൻ ശ്രമിച്ചെങ്കിലും അടുത്ത നിമിഷം തന്നെ അവൾ അവൻ്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ചു. യശ് അവളെ ആഴത്തിൽ ചുംബിക്കുമ്പോൾ അവൾ പൂർണ്ണമായും അവൻ്റെ മായിൽ വീണുപോയി. വിരലുകൾ അവൻ്റെ മുടകൾക്കിടയിലൂടെ ഓടിച്ച് അവൾ അവനെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു. 5 മിനിറ്റിന് ശേഷം അവൾക്ക് ശ്വാസം മുട്ടെന്ന് ശ്രദ്ധിച്ച യശ് അവളെ വിട്ടു. ആര്യ ഇപ്പോഴും കണ്ണുകൾ അടച്ചു തന്നെ ഇരുന്നു. യശ് സ്നേഹത്തോടെ അവളെ നെറ്റിയിൽ ചുംബിച്ചപ്പോൾ അവൾ മെല്ലെ കണ്ണു തുറന്നു. ഇപ്പോഴും നമ്മളിടയിലുള്ളത് വെറും അട്രാക്ഷൻ ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ ചോദിച്ചു. ആരൊന്നും മറുപടി പറഞ്ഞില്ല. കണ്ണ് നിറഞ്ഞൊഴുകി അവൾ അവനെ തള്ളി മാറ്റി ബാത്റൂമിലേക്ക് ഓടി. യശ് അവളെ തടഞ്ഞില്ല. അവൻ ചിന്തകളിൽ മുഴുകി. വെറുതെ എന്തിനാ ഞാൻ ധൃതി കാണിച്ചത്? അവളെക്കുറിച്ച് അറിഞ്ഞിട്ടും ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് തെറ്റായിപ്പോയി. കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാമായിരുന്നു. അവൻ തലക്ക് കൈവച്ച് സ്വയം കുറ്റപ്പെടുത്തി. ഇതിനിടയിൽ ഫുഡ് ഓർഡർ എത്തിയപ്പോൾ യശ് അത് വാങ്ങി ആരുവിന് വേണ്ടി കാത്തിരുന്നു. കുറേ നേരമായിട്ടും അവൾ പുറത്തു വരാത്തത് കണ്ട് അവൻ മുറിയിലേക്ക് ചെന്ന് നോക്കി. അവൾ തറയിൽ ഇരുന്ന് മുട്ടുകൾക്കിടയിൽ തലവെച്ചു കരയുകയായിരുന്നു. യശ് അവളുടെ അടുത്തേക്ക് ചെന്ന് മുട്ടുകുത്തിയിരുന്നു. ആരു, ഇപ്പോൾ എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? അവൻ ആർദ്രമായി ചോദിച്ചു. അതങ്ങ് വിട്ടേക്കാനും. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത്? നിങ്ങൾക്കിതൊരു ചെറിയൊരു കാര്യമായിരിക്കാം, പക്ഷെ എനിക്കങ്ങനെയല്ല. ഇത്രയും കാലം ഞാൻ വളരെ പവിത്രമായി കരുതിയിരുന്ന എൻ്റെ ശരീരത്തെ നിങ്ങൾ അശുദ്ധമാക്കി. എന്നെക്കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? അവൾ കണ്ണെറിഞ്ഞുകൊണ്ട് ചോദിച്ചു. എൻ്റെ പൊന്നോ, നിർത്ത്. മുറുമുറ ഉമ്മ കൊടുത്തതിനാണോ നീ ഇങ്ങനെ വലിയ ഡയലോഗ് അടിക്കുന്നത്? എന്തോ മഹാഭാരതം നടത്തുന്ന പോലെയാണല്ലോ നിൻ്റെ ഈ പെരുമാറ്റം. നിങ്ങൾ എന്നെ ഉമ്മ വെച്ചപ്പോൾ തള്ളി മാറ്റാതെ അറിയാതെ ഞാനും അതിൽ മയങ്ങിപ്പോയി. അതിനർത്ഥം എൻ്റെ മനസ്സിലും നിങ്ങളുടെ ഇഷ്ടം തോന്നി എന്നല്ലേ? അപ്പോൾ എൻ്റെ മനസ്സും അശുദ്ധമായില്ലേ? ഞാൻ ചീത്തയായിപ്പോയി എന്നാണ് ഇതിനർത്ഥം. ഇനി ഞാൻ എങ്ങനെ വീട്ടുകാരുടെ മുഖത്ത് നോക്കും? മാന്യമായി വളർന്ന് ഞാൻ ഇങ്ങനെ ചെയ്തെന്നറിഞ്ഞാൽ അവർ എന്നെ കൊന്നുകളയും. ദൈവമേ, ഇങ്ങനത്തെ ഒന്നിനെയാണല്ലോ എനിക്ക് കിട്ടിയത്. ഒരു ഉമ്മക്ക് ഇത്രയൊക്കെ ആലോചിക്കാനുണ്ടോ? ഏയ്, ഒന്ന് നിർത്ത്. നിന്റെ ഈ സംസാരം കേട്ടാൽ ശരിക്കും ഞാൻ നിന്നോട് എന്തോ വലിയ ക്രൂരത ചെയ്തെന്ന് ആൾക്കാർ വിചാരിക്കും. വെറുമൊരു ഉമ്മ കൊണ്ട് ഈ ചീത്തയൊന്നും ആയിട്ടില്ല. ഈ കാലത്തെ പെൺകുട്ടികൾ ഡേറ്റിങ്ങും മറ്റും എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇവിടെ ഒരു ഉമ്മയുടെ പേരിൽ എൻ്റെ ജീവൻ എടുക്കുന്നു. ശരി, വാ, നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. എനിക്ക് വേണ്ട. നിങ്ങൾ ആദ്യം ഇവിടുന്ന് പോയേ. ആരു? എൻ്റെ പേര് ആരു എന്നല്ല, ആരാധ്യ എന്നാണ്.
ഇനി മേലാൽ എന്നെ അങ്ങനെ വിളിക്കരുത്. എൻ്റെ മേൽ എന്ത് അവകാശമുള്ളത് പോലെയാണ് നിങ്ങളുടെ പെരുമാറ്റം. എവിടെ വേണമെങ്കിലും തൊടുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളെ ഒന്നും പറയാൻ എനിക്ക് കഴിയുന്നില്ല. അതെന്ത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്കൊട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നത്. ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് നിങ്ങളെപ്പോലും ഇഷ്ടമല്ല. ഐ ഹേറ്റ് യു. നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ മറന്നാണ് പെരുമാറുന്നത്. പ്ലീസ്, ദയവ് ചെയ്ത് എന്നിൽ നിന്ന് ദൂരേക്ക് പോകൂ. ആരു കൈകൂപ്പി അപേക്ഷിച്ചപ്പോൾ യാഷിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ആരു കരച്ചു നിർത്താതിരുന്നപ്പോൾ അവൻ തിരിഞ്ഞു പറഞ്ഞു, ഞാൻ പോവുകയാണ്. നീ കരയണ്ട. നീ കരയുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇനി ഒരിക്കലും നിന്റെ മുന്നിൽ വരില്ല. വന്നാൽ തന്നെ നിന്നോട് സംസാരിക്കില്ല. ഇപ്പോൾ നിനക്ക് സന്തോഷമായല്ലോ. എഴുന്നേറ്റ് പോയി ഭക്ഷണം കഴിക്കും. അവൻ ദേഷ്യത്തോടെ പുറത്തിറങ്ങി വാതിലടച്ചു. പുറത്ത് അർജുനും വർഷയും അവനെ കണ്ടു. ഇതെന്താ ഇത്ര വേഗം പോവുകയാണോ എന്ന് അവർ ചോദിച്ചെങ്കിലും യാഷ് ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ തൻ്റെ ബേക്കുമെടുത്ത് അവിടെ നിന്നും പോയി. അവർ രണ്ടുപേരും എന്തു പറ്റിയെന്നറിയാതെ അകത്തേക്ക് ചെന്നപ്പോൾ ആരാധ്യ കരയുന്നത് കണ്ടു. വർഷ പരിഭ്രമത്തോടെ അവൾ അടുത്ത് ചെന്ന് കാര്യം തിരക്കിയെങ്കിലും അവൾ ഒന്നും പറയാതെ കൂടുതൽ കരയാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് വർഷ പുറത്തിറങ്ങി. അർജുൻ യാഷിനെ വിളിക്കാൻ നോക്കിയെങ്കിലും കിട്ടിയില്ല. ഇവളാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവനാണെങ്കിൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവൻ ദേഷ്യം വന്നാൽ അത് തീരുന്നതുവരെ ആർക്കു മുന്നിലും പ്രത്യക്ഷപ്പെടില്ലെന്ന് നമുക്കറിയാമല്ലോ എന്ന് അർജുൻ നിരാശയോടെ പറഞ്ഞു. അവൻ എവിടെയെങ്കിലും കാണും. നീ പോയി അവനെ നോക്ക്. ഞാൻ അവളെ ശരിയാക്കിക്കോളാം. ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അർജുൻ പുറത്തേക്ക് പോയി. അർജുൻ പോയ ഉടനെ വർഷ അരവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ അരയിൽ തന്നെ ഇരുന്നു. എന്താണ് സംഭവിച്ചത്? അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കാൻ. ശരിക്കും എന്താണ് നടന്നത്? നിങ്ങളുടെ ഫ്രണ്ട് അവൻ്റെ ഇഷ്ടത്തിന് പെരുമാറാൻ തുടങ്ങിയപ്പോൾ എന്നിൽ നിന്ന് അകന്നു പോകാൻ ഞാൻ പറഞ്ഞു. അത്രയുള്ളൂ, അവൾ തലയുയർത്തി പറഞ്ഞു. ഇഷ്ടം പോലെ പെരുമാറുക എന്ന് പറഞ്ഞാൽ അവൻ എന്താണ് ചെയ്തത്? അവൻ എന്നെ കിസ് ചെയ്തു. മുഖം ധരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. കിസ് ചെയ്തെന്നോ? എനിക്കത് വിശ്വസിക്കാനാവില്ല. എൻ്റെ യശ് അങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങളുടെ യശ് നിങ്ങൾ വിചാരിക്കുന്നത്ര നിഷ്കളങ്കനൊന്നുമല്ല. ഞാൻ പറയുന്ന വിശ്വാസമില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് യശ് കിസ് ചെയ്തപ്പോൾ മുറിവേൽപ്പിച്ച തൻ്റെ ചുണ്ടവൾ കാണിച്ചു കൊടുത്തു. അത് കണ്ട വർഷ അമ്പരപ്പോടെ വാപ്പൊളിച്ചു നിന്ന് പോയി. സത്യമാണോ? യശ് നിന്നെ ശരിക്കും കിസ് ചെയ്തു? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഞാൻ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് അവൻ പരിധി വിടുകയാണ്. എങ്കിൽ പിന്നെ അവൻ കിസ് ചെയ്തപ്പോൾ നീ എന്താ അവനെ തള്ളി മാറ്റാതിരുന്നത്? അവൻ കടിക്കുന്നതുവരെ നീ എന്താ ഒന്നും ചെയ്യാതെ നിന്നത്? ആരും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. വർഷയുടെ കൈ പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് തുടർന്നു. നിന്റെ മനസ്സിന് അവനെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിനക്ക് അവനെ അകറ്റി നിർത്താൻ കഴിയാത്തത്. പക്ഷെ നിന്റെ മൈൻഡ് അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അത്രയേ ഉള്ളൂ. എനിക്കവനെ കാണുന്നത് പോലും ഇഷ്ടമല്ല. പിന്നെ എങ്ങനെയാണ് എൻ്റെ മനസ്സവനെ അംഗീകരിക്കുന്നത്? ഓഹോ, അപ്പോൾ കാണാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരാളുമായിട്ടാണോ നീ കിസ് ചെയ്യുന്നത് വരെ എത്തിയത്? വർഷ കുസൃതിയോടെ ചോദിച്ചു.